ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രംബിലേക്ക് സ്വാഗതം. ക്രിസ്മസിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരുപാട് ഒരുക്കങ്ങൾ നടക്കുന്ന സമയമാണിത്. വീട് അലങ്കരിക്കുക, വീട് വൃത്തിയാക്കുക, പിന്നെ അലങ്കരിക്കുക, പിന്നെ ക്രിസ്മസ് കേക്കിന് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്മസിന് ബാക്കി ആഘോഷങ്ങൾക്ക് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സമാഹരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വീട്ടമ്മമാർക്ക് എന്തായാലും കേക്ക് ബേക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതരം കേക്കുകൾ, ക്രിസ്മസ് കേക്ക് ഏറ്റവും പ്രധാനമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ശരിക്കുമുള്ള എന്താ പറയുക, ഫ്രൂട്ട്സും നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും എല്ലാം കൂടി ചേർന്ന് വരുന്ന ക്രിസ്മസ് കേക്കാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഈ ഫ്രൂട്ട്സിൻ്റെ തയ്യാറെടുപ്പ് നേരത്തെ തന്നെ തുടങ്ങും. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു ആഘോഷമാണ്. ഈ ഫ്രൂട്ട്സിലെല്ലാം തന്നെ പിന്നെ സ്പിരിറ്റ് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നാൾ, അല്ലെങ്കിൽ വൈൻ ഒഴിച്ച് ഇങ്ങനെ കുറേ നാൾ വെച്ച് അതിങ്ങനെ സോഫ്റ്റാക്കി അതിൽ നന്നായിട്ട് ഇതൊക്കെ പിടിച്ചിട്ടാണ് അത് കേക്കിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് മിക്സിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ചടങ്ങാണ്. പക്ഷെ നമ്മളെന്തായാലും ഇപ്പോൾ ക്രിസ്മസ് കേക്കൊന്നും അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യം ക്രിസ്മസ് കേക്ക് ഇപ്പോൾ പലതരം പല രീതിയിലുള്ളത് വാങ്ങാനും കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടമ്മമാർക്ക് തന്നെ പല കാര്യങ്ങളും ഉണ്ടാക്കാനും അറിയാം, വ്യത്യസ്തമായ പലതരം കേക്ക്സ്. എങ്കിലും നമ്മൾ ഒരു കേക്കാണ് തയ്യാറാക്കുന്നത്, പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ക്രിസ്മസിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊരു ഫെസ്റ്റിവൽ മൂഡിന് പറ്റിയൊരു കാര്യമാണ്. ഇതൊരു സ്റ്റിക്കി ടോഫി പുഡിങ്ങാണ്. ഇത് പുഡിംഗ് എന്ന പേരാണെങ്കിലും ഇതൊരു കേക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കി ടോഫിയും കൂടി ചേർന്ന് കഴിക്കുന്ന ഒരു ഡിസേർട്ട് ഐറ്റം. അപ്പോൾ കേക്കിന് കേക്കും ഉണ്ടാവും, പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു പുഡിങ്ങായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഈ സ്റ്റിക്കി ടോഫി പുഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്വാദിഷ്ടമായ പുഡിംഗ് ആദ്യം നമ്മളൊരു കേക്ക് തയ്യാറാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് യൂറോപ്യൻസിനൊക്കെ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭവമാണ്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് തയ്യാറാക്കേണ്ടത്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റിക്കി ടോഫി പുഡിംഗ്: മൈദ മാവ് 1.5 കപ്പ്, വെണ്ണ 100 ഗ്രാം, മുട്ട 2 എണ്ണം, ബ്രൗൺ ഷുഗർ 3/4 കപ്പ്, ഈന്തപ്പഴം ചെറുതായി നുറുക്കിയത് 1/4 കപ്പ്, സോഡാപ്പൊടി 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, തിളച്ച വെള്ളം 1 കപ്പ്. ഇനി ടോഫി സോസിന് വേണ്ട ചേരുവകൾ: ബ്രൗൺ ഷുഗർ 2 കപ്പ്, വെണ്ണ 4 ടേബിൾ സ്പൂൺ, ഫ്രഷ് ക്രീം 1.5 കപ്പ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ഡേറ്റ്സിനെ ഒരു 15-20 മിനിറ്റ് സമയം, ഒരു 20 മിനിറ്റ് സമയം കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളം, ബോയിലിംഗ് വാട്ടർ, ഇത് 1/4 കപ്പ് ഈന്തപ്പഴം നുറുക്കിയത്, അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ചേർക്കും. ഇത് ഏതാണ്ട് ഒരു 20 മിനിറ്റ് സമയം നമ്മളിങ്ങനെ വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല ചൂടുവെള്ളം ആയിരിക്കണം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഏറ്റവും നല്ലത്. ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് ഇതിലേക്ക് സോഡാപ്പൊടി 1 ടീസ്പൂൺ ഈ ഡേറ്റ്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഈ ഈന്തപ്പഴത്തിൻ്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് വേവിക്കണം. അപ്പോൾ ഇപ്പോൾ ചേർക്കണം എന്നില്ല, ഇപ്പോൾ നമ്മൾ വെറുതെ ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇതിനോടൊപ്പം 1 ടീസ്പൂൺ കുതിർന്ന ഈന്തപ്പഴവും 1 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ വെള്ളത്തോടു കൂടി അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം തിളപ്പിച്ച് കഴിയുമ്പോൾ നല്ല വെന്തൊരു പേസ്റ്റ് പോലെ ആകും. അത് നമ്മൾ തവി കൊണ്ട് തന്നെ ഉടച്ച് മാറ്റി വയ്ക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചേരുവ, സ്റ്റിക്കി ടോഫി പുഡിങ്ങിൻ്റെ. അപ്പോൾ അതൊന്ന് ശരിക്കും കുതിർന്ന് റെഡിയായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ഡേറ്റ്സ് എല്ലാം നല്ല ഈന്തപ്പഴം നല്ല വെള്ളത്തിൽ 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് നല്ല കുതിർന്നിരിക്കുവാണ്. ഇനി നമ്മളിത് ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അടുപ്പ് കത്തിച്ചു. ഇതിലേക്ക് ആ വെള്ളത്തോടു കൂടി കുതിർന്നിരിക്കുന്ന ഡേറ്റ്സ്, ഈന്തപ്പഴം ഇതിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ സോഡാപ്പൊടി, ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണ് 1 ടീസ്പൂൺ. ഒരു 11 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്തു. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് വേഗണം നന്നായിട്ട്. അപ്പോൾ ഇത് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് പതഞ്ഞിങ്ങനെ വരും. അത് നോക്കണ്ട, നല്ലത് തന്നെ, കുഴപ്പമില്ല. സോഫ്റ്റായിരിക്കുകയാണ് നമ്മുടെ ഈന്തപ്പഴം, നല്ല മാർദ്ദവത്തോടു കൂടി ആയിക്കഴിഞ്ഞു. ഇനി അതൊന്നും വെന്ത് കുഴഞ്ഞ പാകത്തിൽ ആകണം. അപ്പോൾ നമ്മളുടെ ഡേറ്റ്സ് എല്ലാം പാകത്തിന് വെന്ത് കുഴഞ്ഞ പാകമായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 കപ്പ് തിളച്ച വെള്ളത്തിൽ കുതിർത്ത ഈന്തപ്പഴം 1 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് അടുപ്പിൽ വെച്ച് ഏകദേശം ഒരു 5-6 മിനിറ്റ് സമയം തിളപ്പിച്ചു. അങ്ങനെ വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഡേറ്റ്സ് വേവിച്ചത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പെണംപുളി പോലെ ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന പുളിയില്ലേ, ഏതാണ്ട് ആ രീതിയിലേക്ക് ആ ഒരു കളറും ഒക്കെ ആയിട്ട് മാറും.
ഇനി ഇതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞു. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, അത് നോക്കണ്ട, അത് കുറച്ച് ഇങ്ങനെ കിടന്നാൽ മതി. നമ്മളിത് പ്യൂറി ചെയ്ത് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അത് തവി കൊണ്ടിങ്ങനെ ഒന്ന് അമർത്തി വീണ്ടും ഒന്ന് ആക്കിയാൽ മതി. കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടാവും, ബാക്കി ഇങ്ങനെ കുഴഞ്ഞ പാകത്തിൽ കിട്ടും. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത് സ്റ്റിക്കി ടോഫി പുഡിംഗ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം നമ്മളൊരു കേക്കാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അതായത് പ്രധാനമായിട്ട് 1.5 കപ്പ് മൈദ മാവ് റെഡിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ അളന്ന് വെച്ചിരിക്കുവാണ്. അതിലേക്ക് ചേർക്കാം മൈദ മാവിൻ്റെ കൂടെ. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മൈദ മാവിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് സ്പൂൺ കൊണ്ടിങ്ങനെ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരിപ്പയിലൂടെ ഇടഞ്ഞെടുക്കുക. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇടഞ്ഞെടുക്കാം. അതായത് ഈ ബേക്കിംഗ് പൗഡർ മൈദ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടാനാണ്, അല്ലെങ്കിൽ ഒരുപോലെ ഇടകലർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒരുപോലെ തന്നെ ഇടകലർന്ന് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? അപ്പം മാവ് അടഞ്ഞു വെച്ചു. മാവും ബേക്കിംഗ് 1.5 കപ്പ് മൈദ മാവും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇനി വേണ്ടത്, നമ്മൾ സാധാരണ ഒരു കേക്ക് ചെയ്യുന്നത് സാധാരണഗതിയിൽ എങ്ങനെയാണ്? ബട്ടർ, അതായത് വെണ്ണയും പഞ്ചസാരയും കൂടി നന്നായിട്ട് തേച്ച് പതപ്പിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിനൊരു 100 ഗ്രാം വെണ്ണ, റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ ആ ഊഷ്മാവിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ടെമ്പറേച്ചർ, സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ണ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് വേണം തുടങ്ങാൻ. പിന്നെ ഇത് 100 ഗ്രാം വെണ്ണ. ഇതിൻ്റെ കൂടെ ഇതാണ് മറ്റൊരു കാര്യം, സാധാരണ പഞ്ചസാരയല്ല ചേർക്കുന്ന, ബ്രൗൺ ഷുഗറാണ്. ഇത് വേറെ ബ്രൗൺ ഷുഗറൊന്നുമല്ല, പഞ്ചസാര, ബ്രൗൺ നിറത്തിലുള്ള പഞ്ചസാര. ഇത് സാധാരണ പഞ്ചസാര എന്ന് വെച്ചാൽ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറാണ് കിട്ടുന്നത്. റിഫൈൻഡ് എന്ന് വെച്ചാൽ അതിനെ പോളിഷ് ചെയ്ത് നല്ല വൈറ്റ് കളറാക്കുന്നത്. ഇത് അത്രയും പോളിഷ്ഡ് അല്ല ഈ പഞ്ചസാര. ഇതിലൊരു ചെറിയ ബ്രൗൺ കളറുണ്ടാകും. ഇത് തന്നെ ലൈറ്റ് ബ്രൗൺ കളറും കിട്ടും, ഡാർക്ക് ബ്രൗൺ കളറും കിട്ടും. ഡാർക്ക് ബ്രൗൺ കളർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെ ചേർക്കുക. പക്ഷേ എനിക്കിവിടെ ലൈറ്റ് ബ്രൗൺ കളറേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ലൈറ്റ് ബ്രൗൺ കളറിലെ ഷുഗറാണ് ചേർക്കുന്നത്, പഞ്ചസാര. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ഷുഗർ എൻ്റെ കയ്യിലുള്ളൂ, അത് ചേർക്കുന്നത്. അപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർക്കേണ്ടത്. പിന്നെ ചെറിയൊരു ശർക്കരയുടെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റൊക്കെ വരും, അത്രേ ഉള്ളൂ. പക്ഷേ ശർക്കര അതിൻ്റെ ഒരു കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. പഞ്ചസാരയും അതിനോടൊപ്പം ഇച്ചിരി ശർക്കരയും കൂടെ ചേർത്താൽ ഒരു പക്ഷേ ബ്രൗൺ ഷുഗറിനെ പോലെയൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്, ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞിട്ട്, ബ്രൗൺ കളറിലെ പഞ്ചസാര. ഇതൊരു 3/4 കപ്പ്, അത് ഞാൻ അളന്ന് വെച്ചതാണ്. ഇനി നമ്മളൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ബ്രൗൺ ഷുഗർ, അതായത് ബ്രൗൺ കളറിലുള്ള പഞ്ചസാര പൊടിച്ചല്ല ചേർക്കുന്നത്, അത് കുറച്ച് ഒരുപാട് വലിയ തരിയല്ല, ചെറിയ തരിയാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ ചേർക്കുകയാണ്, വെണ്ണയുടെ കൂടെ ഇങ്ങനെ ബീറ്റ് ചെയ്യും. ഇനി ഇതിലേക്ക് 2 മുട്ട ഓരോന്നോരോന്നായിട്ട് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ആദ്യം 1 മുട്ട ചേർക്കാം, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അത് ഒരുപാട് അടിച്ച് പതപ്പിക്കേണ്ട, ഇതുമായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി അത്രയും മാത്രം മതിയാവും. ആദ്യത്തെ മുട്ട ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തു, ഒറ്റ പ്രാവശ്യം. ഇനി രണ്ടാമത്തെ മുട്ടയും ചേർത്ത്, 2 മുട്ടയും ചേർത്ത് ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഇടഞ്ഞു വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി ചേർക്കാം. ആദ്യം കുറച്ച് പകുതി, ഒരു പകുതി ആദ്യം ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യും. ഇനി ഒരു കാര്യം എന്താണ്, പകുതി മാവ് ഇടേണ്ട. ഇനി എന്താ വേണ്ടത്? നമ്മുടെ ഡേറ്റ്സ്, ഈന്തപ്പഴം വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർക്കും. നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടിരിക്കുവാണ്. ഇത് ജസ്റ്റ് ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇങ്ങനെ ആക്കുന്നു.
ഇനി നമ്മളൊരു തടി ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. അപ്പോൾ ഓവർ ബീറ്റിംഗ് ആവശ്യമില്ല. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ചു, പക്ഷേ അതും ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ആവശ്യത്തിന് മാത്രം എന്ന് വെച്ചാൽ ഒരുപാട് ഓവർ സ്പീഡ് വേണ്ട, കുറേ നേരം പാടില്ല, അങ്ങനെ ഈ ഒരു സ്റ്റേജ് വരെ നമ്മളത് ഉപയോഗിച്ചു. ഇനി നമുക്ക് തടി കൊണ്ടുള്ള മിക്സിങ് മതി. ഇനി എന്താ വേണ്ടത്? ഇനി ഒരു ലാസ്റ്റ് കാര്യം കൂടിയുണ്ട്. ബാക്കിയിരിക്കുന്ന മൈദാമാവും ബേക്കിംഗ് പൗഡറും കൂടി ചേർന്ന് കൂട്ടുക. പകുതി നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതും കൂടി ഇനി ഇത് സാവധാനം ഇതിനകത്തേക്ക് ഇതിന് തടി കൊണ്ട് തന്നെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഓവർ മിക്സിങ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരുപാടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് എന്നാൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. കിട്ടിക്കഴിഞ്ഞു. ഒരു ലൈറ്റ് ചോക്ലേറ്റ് ബ്രൗൺ കളറാണ്. ഇപ്പോൾ ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഇരുണ്ട ഒരു കളർ കിട്ടും. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറിലെ ഷുഗറായിരുന്നു, പഞ്ചസാര. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ എളുപ്പം. ഇതിപ്പോൾ ഒരു സ്പ്രിംഗ് ഫോം പാനാണ്. ഇതെനിക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇതല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഒരു ടിന്നിനകത്ത് നമ്മൾ കുറച്ച് വെണ്ണ തടവുന്നു, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ മാവ് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കാക്കിയിട്ട് കൂടുതലുള്ള മാവ് തട്ടിക്കളയും. ഇങ്ങനെയാണ് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ രീതി ചെയ്തില്ലെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ബേക്കിംഗ് ഷീറ്റോ ഇട്ടിട്ട് ആ ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ബാറ്റർ ഒഴിച്ചാലും നമുക്ക് എളുപ്പത്തിന് ഇളക്കിയെടുക്കാം. ഡീമോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഒരുപാട് ലൂസൊന്നുമല്ല, കറക്റ്റ് ഒരു സെമി എന്താ പറയുക കുറുകുറ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയായിരിക്കും ഈ ബാറ്റർ. ബാറ്റർ നമ്മൾ കേക്ക് ടിന്നിലേക്ക് മാറ്റി കഴിഞ്ഞു. ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. നടുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ട് കൂടുതലും സൈഡ്സിലേക്ക് ഇങ്ങനെ. അത് ബേക്കായി വരുമ്പോൾ എല്ലാം ഈവനായിട്ട് എല്ലാം ഒരുപോലെ പൊങ്ങി ഒരേ അളവിൽ വരും. അപ്പോൾ കേക്ക് ബാറ്റർ നമ്മൾ ടിന്നിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ചൂടായി കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിലേക്ക് ഇത് മാറ്റുക. ഒരു പ്രീ ഹീറ്റഡ് ഒരു 170 ഡിഗ്രി ചൂടിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കിയ ഇലക്ട്രിക് അവനിൽ ഏതാണ്ട് ഒരു 30-35 മിനിറ്റ് സമയം കൊണ്ട് ഒരു 170-180 ഡിഗ്രി ചൂടിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് നന്നായി കുറച്ചൊന്ന് പൊങ്ങി സോഫ്റ്റായി വരും. പിന്നെ സൈഡിൽ നിന്നൊക്കെ ഇച്ചിരി വിട്ട് വരും. പിന്നെ നമ്മളൊരു ഈർക്കിലോ ഒരു കമ്പിയോ ഏതെങ്കിലും സ്ക്യൂവേഴ്സ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിങ്ങനെ മാവ് ഒട്ടാത്ത രീതിയിലാണെങ്കിൽ വന്നാൽ കേക്ക് ഫുള്ളായിട്ട് നന്നായിട്ടാകും, എല്ലാം നന്നായിട്ട് ബേക്കായെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഇത് വരും. അപ്പോൾ എന്തായാലും ചൂടായി കിടക്കുന്ന ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാം. എന്നിട്ട് വെയിറ്റ് ചെയ്യാം ഒരു 30-35 മിനിറ്റ് സമയം വരെ, നമ്മളുടെ കേക്ക് ആകുന്നത് വരെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മൾ കേക്ക് അവനിലേക്ക് മാറ്റി കഴിഞ്ഞു. ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 30 മിനിറ്റ് സമയം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് സമയം കൂടി കൊടുക്കാം. എന്തായാലും കേക്ക് ഒന്ന് റെഡി ആകട്ടെ. ഇപ്പോൾ ഏകദേശം 35 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പോൾ 30 മിനിറ്റ്സ് അത് കഴിഞ്ഞ 5 മിനിറ്റും കൂടി ഞാൻ ഒന്നുകൂടി ടൈമർ സെറ്റ് ചെയ്തു. അങ്ങനെ 35 മിനിറ്റ് സമയം കൊണ്ടാണ് എൻ്റെ ഇലക്ട്രിക് അവനിൽ ഈ കേക്ക് ബേക്കായി കിട്ടിയത്. അപ്പോൾ നമ്മളുടെ സ്റ്റിക്കി ടോഫി പുഡിങ്ങിൻ്റെ ഏതാണ്ട് ഒരു 1/4 ഭാഗം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ നമ്മളുടെ കേക്ക് ടിൻ അവനിൽ നിന്ന് എടുത്ത് മാറ്റി. ഇനി നമ്മൾ ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കണമെങ്കിൽ നോക്കാം. കറക്റ്റായിട്ട് എല്ലാ ഭാഗവും വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ഇതിൽ ഒട്ടി പിടിക്കുന്നില്ല. പിന്നെ സൈഡ്സിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് പൊങ്ങി തൊട്ട് നോക്കുമ്പോൾ തന്നെ സ്പോഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാം. ഇനി നമ്മളിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഒരു കാര്യം, നമ്മളൊരു സോസ് തയ്യാറാക്കുന്നു. സ്റ്റിക്കി പുഡിംഗ് സോസ് സ്റ്റിക്കി. അപ്പോൾ ഇത് ശരിക്കും സ്റ്റിക്കി ടോഫി സോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും കൂടി ചേർന്ന് വരുമ്പോഴേ നമ്മളുടെ സ്റ്റിക്കി ടോഫി പുഡിംഗ് റെഡിയാവുള്ളൂ. അപ്പോൾ ഇതൊരു കേക്ക് മാത്രമാണ്. അപ്പോൾ ഇതിനെ ഒരു പുഡിംഗ് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതിന് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അടുപ്പ് കത്തിക്കാം. അങ്ങനെ സ്റ്റിക്കി ടോഫി സോസ് ഉണ്ടാക്കാനായിട്ട് പാത്രത്തിലേക്ക്, ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ബ്രൗൺ ഷുഗർ, നമ്മൾ കേക്കിന് ഉപയോഗിച്ച അതേ ബ്രൗൺ കളറിലെ പഞ്ചസാര 2 കപ്പ്. ഇത് ബ്രൗൺ കളറിലെ പഞ്ചസാര 2 കപ്പ് പഞ്ചസാരയും അതിനോടൊപ്പം ഫ്രഷ് ക്രീം ഒരു
1.5 കപ്പ്. ഇത് വിപ്പിംഗ് ക്രീം അല്ല, ഫ്രഷ് ക്രീമാണ്. അതിനോടൊപ്പം ഒരു 4 ടേബിൾ സ്പൂൺ വെണ്ണ, 4 വലിയ സ്പൂൺ വെണ്ണയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കും. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ നല്ല തീയിൽ തന്നെ നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തിളയ്ക്കുന്ന അത്രയും പാകത്തിന് പെട്ടെന്ന് ഇളക്കി കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ബോയിലിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല ഇങ്ങനെ തിളച്ചിങ്ങനെ പതഞ്ഞ് വരുന്നു. പിന്നെ തീ ഒന്ന് കുറച്ചിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് നല്ല കുറുകിയ ഒരു പാകം, ഇത് നല്ലതായിട്ട് കുറുകി വരും. സോസ് നല്ല പാകത്തിന് കുറുകി വരും. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പകുതി നമ്മൾ മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് ബാക്കി പകുതി നമ്മൾ കേക്കിലേക്ക് ഒഴിക്കാൻ പോകാം. കേക്ക് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ബേക്കായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ കേക്കിന് നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് വേണമെങ്കിൽ മാറ്റാം. ഇപ്പം നമ്മൾ മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മളിനി സോസ് ഒഴിക്കാൻ പോകണം. അപ്പോൾ സോസ് ഒഴിക്കുന്നതിന് ഇച്ചിരി ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക. ഇതിനിങ്ങനെ ഹോൾസ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഹോൾസിനകത്ത് കൂടി ഈ സോസ് അകത്തേക്ക് പോകും. അതാണ് അതിൻ്റെ പരിപാടി. അങ്ങനെ പകുതി സോസ്, അതായത് നമ്മൾ ഉണ്ടാക്കിയ സോസിൻ്റെ പകുതിയോളം ഇങ്ങനെ കേക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മളുടെ സ്റ്റിക്കി ടോഫി പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു പുഡിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പുഡിംഗ് അല്ല, പക്ഷേ അതിൻ്റെ പേര് അങ്ങനെയാണ്. കാര്യം ഇതൊരു കേക്ക് വിത്ത് ഒരു സോസാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പുഡിങ്ങിന് തുല്യമാണ്. അപ്പോൾ അതൊരു ഡിസേർട്ട് ഐറ്റമായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഇപ്പോൾ ഞാൻ സ്റ്റിക്കി ടോഫി സോസ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കണം. ഉള്ളിലേക്കും കുറച്ച് പോയിട്ടുണ്ട്, ഹോളിട്ട്. പിന്നെ ഞാനിതിനെ 2ആയിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, 2ആയിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്തും കുറച്ച് പുരട്ടിയിട്ടുണ്ട് എങ്കിലും. എന്നിട്ട് മുകളിലും കുറേ സോസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനി ഇത് സെർവ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇത് ശരിക്കും ഒരു സ്റ്റിക്കി ടോഫി കൊണ്ടുള്ള ഒരു സോസ് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഐസിങ് പോലെ തോന്നിക്കും ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടു. നോക്കൂ, ആ സോസ് ഇങ്ങനെ കുറച്ചെല്ലാം ഉള്ളിലകത്തുണ്ട്. പിന്നെ മേളിൽ നിന്ന് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് താഴേക്ക് വരുന്നു. പിന്നെ കൂടുതൽ സോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആ സ്റ്റിക്കി വെച്ചാൽ ഇങ്ങനെ ഒട്ടുന്ന രീതിയിലുള്ളൊരു സോസാണ്. ഇങ്ങനെ സ്റ്റിക്കി അല്ലേ ഇത്. അതിങ്ങനെ ഒരു പശ മാതിരി ഇങ്ങനെ താഴോട്ട് വരും. അങ്ങനെ നല്ല സുന്ദരമായ നല്ല സ്വാദുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്, ഈ സ്റ്റിക്കി ടോഫി പുഡിംഗ്. അപ്പോൾ ക്രിസ്മസിന് മുന്നോടിയായിട്ട് നമ്മൾ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളോടൊപ്പം ഒരു കുക്കി മാനും കൂടി വന്നിട്ടുണ്ട്. മാജിക് ഫാമിലി കുക്കി മാനും കൂടി നമ്മളുടെ ഈ ഫെസ്റ്റിവൽ സീസണിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നാണ്. കുക്കി മാനുണ്ട്, അതിനോടൊപ്പം നമ്മളുടെ സ്റ്റിക്കി ടോഫി പുഡിംഗ്. അപ്പോൾ ഇതൊരു കേക്കായിട്ട് തന്നെ ചെയ്തിട്ട് അതിനോടുകൂടി ഒരു സോസോട് കൂടി കഴിക്കുന്നു. ഇതൊരു വ്യത്യസ്തമായൊരു വിഭവമായിരിക്കും. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യമായിരിക്കും. എന്തായാലും ക്രിസ്മസിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ കേരളയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും മാജിക് ഫാമിലിയുടെ ക്രിസ്മസ് ആശംസകൾ.